ഓക്കെ ഫ്രണ്ട്സ്, കമ്മിങ് ഓൺ ടു അനദർ 7 മാർക്സ് ഏരിയ. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒന്ന് ലൈക്ക് അടിക്കാവോ? എനിക്കിതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പുതുതായിട്ട് ഒരാൾ വന്നിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ കുറേ വ്യൂസ് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കൊന്നും കാണുന്നില്ല. അപ്പോൾ എന്താ ചിന്തിക്കുക? ഓക്കെ, അപ്പോൾ നമ്മളല്ലേ, ഓക്കെ നമുക്ക് നാം തന്നെ ഇല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ എനിക്ക് വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ലെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നില്ല. ഒരു ലൈക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, സഹായിക്കുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, 7 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, കമ്പനി ഫോർമേഷൻ ആൻഡ് കൺവേർഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കൂടുതലായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഇൻ്ററിനകത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇനി പറയാത്ത ആൾക്കാരാണ്, പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്കാൽപ്പ് എന്ന് ആലോചിച്ചാൽ മതി. SCALP അല്ല, S4 എന്താ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, C4 കോമൺ സീൽ. കോമൺ സീൽ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണോ അല്ല ഡിസ്ക്രിഷണറി ആണ്. A4 ആർട്ടിഫിഷ്യൽ പേഴ്സൺ, L4 ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് P4 പെർപ്പച്വൽ സക്സഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കമ്പനി വേറെയാണ്, പക്ഷേ കമ്പനി വേറെയാണ്, ഈ പറയുന്ന പോലെ ഓണർ വേറെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിനകത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ ഇൻ്റർ തൊട്ടേ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എപ്പോഴൊക്കെയാണ് കോർട്ട് ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം, ഡെയിംലർ വേഴ്സസ് കോണ്ടിനെൻ്റൽ ടയേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് കേസ് ലോസ് നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ആ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കടന്ന് നിങ്ങളെ വെറുതെ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് പോകാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ OPC, 1 പേഴ്സൺ കമ്പനീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. 2 clause 62 പ്രകാരമാണ് OPC എന്നിട്ടുള്ളത്. OPCക്കകത്ത് ഓൺലി 1 ഷെയർ ഹോൾഡർ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോമിനീനെ നോമിനേറ്റ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോമിനി ആരാവാൻ പാടില്ല, മൈനർ ആവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കും. നോമിനി നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ റെസിഡൻ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ നോൺ റെസിഡൻ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല, ഓക്കെയാണ്. ബട്ട് ഹി മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മ വരിക. ഓക്കെ, നോമിനീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്നത് പോലെ തന്നെ നോമിനിക്ക് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നോമിനിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിൻ്റെ കുറച്ച് റൂൾസ്, ROCനെ അറിയിക്കണം, കമ്പനി INC4 ROCനെ അറിയിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളൂ. കമ്മിങ് ഓൺ ടുവേർഡ്സ് അവർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദറ്റ് ഇസ് പ്രൈവറ്റ് കമ്പനി, 2 clause 68. പ്രൈവറ്റ് കമ്പനിയിൽ എന്താ സാറേ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് കമ്പനി ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ പ്രിസ്ക്രൈബ്, എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ആൻഡ് വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കുറച്ച് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ട്സ് റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഷെയർസ്. ഈ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് OPC ലിമിറ്റ്സ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് were 2 or more persons hold 1 or more shares in a company jointly, they shall for the purpose of this clause be treated as single member. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു 10 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 10 മെമ്പേഴ്സ് ഉണ്ട്, 10 മെമ്പേഴ്സ് അല്ല, സോറി 10 പേഴ്സൺസ്. ഓക്കെ, 10 പേഴ്സൺസ് ഉണ്ട്. 10 പേഴ്സൺസും ജോയിൻ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 10 പേരെ നമ്മൾ 200 എന്ന് പറയുന്ന നമ്പർ കൗണ്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 5 പേരെ കൗണ്ട് ചെയ്താൽ മതി. കാരണം ഈ 5 പേര് ഈ പറയുന്നത് പോലെ തന്നെ 10 പേരുണ്ടെങ്കിൽ പോലും എല്ലാവരും കൂടെ 5 ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് 2 പേര് കൂടിയിട്ടാണ് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. 5 പേരെ കൗണ്ട് ചെയ്താൽ മതി. കൗണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഫ്ലോർ ആൻഡ് ഫോണയുടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. എനിക്ക് അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിയുടെ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ള വളരെ ചാൻസ് ഉണ്ട്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്, പ്രൊവിസോ ആയിട്ട് പറയുന്നുണ്ട് എന്താ, പേഴ്സൺസ് ഹു ആർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അവരെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും, എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ഈ സെക്കൻഡ് പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് പോർഷനകത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി എംപ്ലോയീസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി എംപ്ലോയീസ് ആയിരുന്നു, അവർ റിട്ടയർ ആയിട്ട് പോയി. ഓക്കെ, അവർ റിട്ടയർ ആയിട്ട് പോയി, പ്ലസ് അവരിപ്പോഴും ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ റിട്ടയർ ആയി പോയതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല, ഷെയർ വിറ്റിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെയും നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. സാറേ മനസ്സിലായില്ല എന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിളാടാ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി 2026 ജൂണിൽ നോക്കുകയാണ് എത്ര മെമ്പേഴ്സ് ഉണ്ട് നോക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ 20 എംപ്ലോയീസ്, പ്രസൻറ്റ് എംപ്ലോയീസ് ഉണ്ട്. പ്രസൻറ്റ് എംപ്ലോയീസിന് നമ്മൾ ഷെയർ
കൊടുത്തിട്ടുണ്ട്, ഈ സോപ്പ് വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും, മനസ്സിലാക്കുക. അതല്ലാതെ ഫോർ എക്സാമ്പിൾ 2010 തൊട്ടിട്ട് 2025 വരെ എംപ്ലോയീസ് ആയിട്ടുള്ള 15 പേരുണ്ട്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്, 2010 തൊട്ടിട്ട് 2025 വരെ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള 15 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്ക് 2020 ഞാൻ ഷെയർ കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് ആക്കുന്നൊന്നുമില്ല, സിമ്പിളാണ്. 2020 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2026 അല്ലേ, ഇപ്പം 2026 ഇപ്പോഴും അവർ ആ 15 പേര് 15 ഷെയർസ് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ദ പാസ്റ്റ് എംപ്ലോയീസ്. ഓക്കെ, അവരെന്താണ്, അവർ ഈ പറയുന്നത് പോലെ തന്നെ പേഴ്സൺസ് ഹു ഹാവ് ബീൻ formerly in the employment of the company, were the members of the company while in that employment and have continued to be members, which means 2025 ശേഷം അവർ എന്ത് തന്നെയാണ്, മെമ്പേഴ്സാണ്. ആഫ്റ്റർ ദി എംപ്ലോയ്മെൻറ്റ് സീസ് ഷാൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അവരെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കുള്ളത്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വരാം. ഞാൻ അധികം നിങ്ങളുടെ സമയമൊന്നും എടുക്കില്ല, മാക്സിമം ഒരു 30 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ കമ്മിങ് ഓൺ ടുവേർഡ്സ് അവർ ദാറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ്. എല്ലാവരും സ്ക്രീൻ നോക്കുക, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വായിച്ച് നോക്കാം. എഴുതിയ, അതായത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദിസ് ആൻഡ് മൂവ് അഹെഡ്. ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് ഈസ് എ പബ്ലിക് കമ്പനി ഹാവിംഗ് 220 മെമ്പേഴ്സ്. 220 മെമ്പേഴ്സിൻ്റെ ഇവർക്ക്, ഓഫ് വിച്ച് 25 members were employed in the company during the period 1st April 2006 to 28 June 2016. സോ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ടൈം ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ മറക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ വി ക്യാൻ ഡ്രോ എ ടൈം ലൈൻ. നമുക്കൊരു ടൈം ലൈൻ പെട്ടെന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഈ പറയുന്നത് പോലെ തന്നെ വരയ്ക്കാം. എന്താ സംസാരിക്കുന്നത്, 1st April 2006 തൊട്ടിട്ട് അല്ലേ, ഇവിടെ വരയ്ക്കാം കേട്ടോ. 1st April 2006 തൊട്ടിട്ട് അല്ലേ എന്ന് വരെയാണ് ഇവർ എംപ്ലോയീസ് ആയിട്ടുള്ളത്. 28/6/2016 വരെ. ഓക്കെ അല്ലേ, 28/6/2016 വരെ ഇവർ എംപ്ലോയീസ് ആയിരുന്നു. ഓക്കെ, 28/6/2016 വരെ എംപ്ലോയീസ് ആയിരുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ദേ വർ അലോട്ടഡ് ഷെയർസ് ഇൻ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് ഫോർ ഫസ്റ്റ് ടൈം ഓൺ 1st July 2007. ഓക്കെ, അവർക്ക് ഷെയർ കൊടുത്തു, അതായത് 1st July. അടുത്തൊരു ഡേറ്റ് വരുന്നത് 1/7/2007 അവർക്ക് എന്ത് ചെയ്യുന്നത്, ഷെയർ കൊടുക്കുന്നത്. 1/7/2007 ഷെയർ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. വിച്ച് വർ സോൾഡ് ബൈ ദം ഓൺ 1st August 2016. സാറേ മൊത്തത്തിൽ പ്രശ്നം വരുന്നുണ്ടല്ലോ അല്ലേ. 1st August 2016 മക്കളെ മനസ്സിലാക്കുക. 1st August എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരുന്നത്. ഫസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ August 2016 ഇവരെന്ത് ചെയ്യുന്നത്, ഇത് ഈ പറയുന്നത് പോലെ തന്നെ സെല്ല് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. 1st August 2016 എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവന്മാർ ഇവിടുന്ന്, അതായത് ഈ പറയുന്ന 2016 കമ്പനിയിൽ നിന്ന് ഇറങ്ങി, 2016 കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഈ പറയുന്ന പോലെ ഷെയർ വിൽക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ സം ടൈം ഓൺ 1st December 2016 ഈച്ച് ഓഫ് ദീസ് 25 members acquired shares in Jagannath Oils Limited which they are holding till date. ഓക്കെ, അതിനുശേഷം 1st December, ഓക്കെ 1st December, അതായത് 1/12/2016 ഇവർ പിന്നെയും എന്ത് ചെയ്യുന്നു, ഇവർ പിന്നെയും ഈ പറയുന്നത് പോലെ തന്നെ ഷെയർ എന്ത് ചെയ്യാണ്, ഷെയർ ഈ പറയുന്നത് പോലെ തന്നെ തിരിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺഫ്യൂസ് ആവുന്നില്ല, സിമ്പിളാണ്. 1/4/2006 തൊട്ടിട്ട് 28/6/2016 വരെ ഇവർ എംപ്ലോയീസ് ആയിരുന്നു. ഇവർ 1/7/2017 ഇവർക്ക് ഈ പറയുന്ന പോലെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറയുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവർ വിൽക്കുന്നത് 1/8/2016 1/8/2016 ഇവർ വിറ്റാൽ പിന്നെ ഇവരിത് 1/12/2016 മേടിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നോർമലായിട്ട് ഒരു സാധാരണ പേഴ്സൺ പബ്ലിക് മേടിക്കുന്ന പോലെ നമ്മൾ കണക്കാക്കൂ. സോ ദിസ് ഈസ് നോൺ ആസ് ഫ്രഷ് അക്വിസിഷൻ. അതായത് ഒരു പബ്ലിക് സാധാരണ പോലെ ഫ്രഷ് അക്വിസിഷൻ നടത്തുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനെ ട്രീറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ എംപ്ലോയീസിന് യാതൊരുവിധ രീതിയിലുള്ള പ്രിവിലേജും ഉണ്ടാവില്ല, ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, നൗ ദ കമ്പനി വാണ്ട്സ് ടു കൺവേർട്ട് ഇൻസെൽഫ് ഇൻ ടു പ്രൈവറ്റ് കമ്പനി സ്റ്റേറ്റ് വിത്ത് റീസൺസ്. അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 220 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 220 മെമ്പേഴ്സ് ഉള്ള സിറ്റുവേഷൻസിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും,
ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് 20 മെമ്പേഴ്സിനെ കുറയ്ക്കേണ്ടി വരും അല്ലേ. 20 മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ കുറയ്ക്കേണ്ടി വരും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വെദർ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് ഈസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഈ പറയുന്ന 25 മെമ്പേഴ്സിനെ 220 എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഈ സിറ്റുവേഷനകത്ത്. കാരണം എന്താണ്, ദിസ് ഈസ് ഫ്രഷ് അക്വിസിഷൻ ഓഫ് ഷെയർസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മക്കളെ, ഈ പറയുന്ന ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ പീരീഡിൻ്റെ ഉള്ളിൽ എത്ര വേണമെച്ചാൽ അവർക്ക് ഷെയർ വാങ്ങാം, തിരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ പർച്ചേസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് റീ അക്വിസിഷൻ. പക്ഷേ വൺസ് ഈ എംപ്ലോയ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം, വിച്ച് മീൻസ് 28/6/2016 ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഷെയർ ഈ പറയുന്നത് പോലെ തന്നെ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ, വിറ്റ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഫ്രഷ് അക്വിസിഷൻ. അവരെ നമ്മൾ എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, നമ്പർ ഓഫ് മെമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. കൺഫ്യൂസ്ഡ് ആവരുത്, നമ്പർ ഓഫ് മെമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറയുമ്പോൾ, നമ്പർ ഓഫ് മെമ്പേഴ്സിനകത്ത് എന്ത് ചെയ്യും, ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ട്, 220 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിക്ക് മാക്സിമം എത്ര മെമ്പറേ പറ്റൂ, 200 മെമ്പറേ പറ്റൂ. അപ്പോൾ 20 മെമ്പറെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റെഡ്യൂസ് ചെയ്യേണ്ടി വരും. നിൽക്ക് നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ടുണ്ട്. വുഡ് യുവർ ആൻസർ ബി ഡിഫറൻറ്റ് ഇഫ് അബൌട്ട് 25 മെമ്പേഴ്സ് വർ ദ എംപ്ലോയ് ഇൻ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് ഫോർ ദ പീരീഡ് ഫ്രം 1st April 2006 to 28 June 2017? ഓക്കെ, അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ അവർ പറയുകയാണ് ഈ 28/6/2016 വരെ അല്ല, 28/6/2016 നിങ്ങൾ മറന്നേക്ക്. അവർ എന്ന് വരെ എംപ്ലോയി ആയിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ പീരീഡും കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, മുകളിൽ എഴുതുന്നുണ്ട്. ഇവർ ഏതുവരെ എംപ്ലോയി ആയിരുന്നു, 28/6/2017 വരെ എംപ്ലോയി ആയിരുന്നു, ഇതുവരെ എംപ്ലോയി ആയിരുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു പീരീഡ് വരെ എംപ്ലോയി ആയിരുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഈ ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഏത് പീരീഡിലാണ് നിൽക്കുന്നത്, ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് പീരീഡിലാണ് നടക്കുന്നത്. 1/4/2006 തൊട്ട് 28/6/2017 വരെ എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാർ 1/8/2016 എന്ത് ചെയ്യുന്നു, ഷെയർ വിൽക്കുന്നു. 1/12/2016 വീണ്ടും എന്ത് ചെയ്യുന്നു, ഷെയർ തിരിച്ച് പർച്ചേസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്, റീ അക്വിസിഷൻ ഓഫ് ഷെയർസ്, നോട്ട് ഫ്രഷ് അക്വിസിഷൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് 220 ഇവരെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, 25 പേരിനെ മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കമ്പനിക്ക് എത്ര മെമ്പേഴ്സേ ഉള്ളൂ, 195 മെമ്പേഴ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യമില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, റിവിഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കാണുക. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ക്വസ്റ്റൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ പ്രൈവറ്റ് കമ്പനി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈവറ്റ് കമ്പനിയിൽ ഈ ഒരു ക്വസ്റ്റൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഷ് അക്വിസിഷൻ എന്താണ്, റീ അക്വിസിഷൻ എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് വിത്ത് പ്രൈവറ്റ് കമ്പനി. ഓക്കെ, സ്മോൾ കമ്പനി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സ്മോൾ കമ്പനിയുടെ കേസിനകത്ത് പർട്ടിക്കുലർലി മനസ്സിലാക്കേണ്ടത് ഈ ഒരു അറ്റംപ്റ്റിനും കൂടെ 4ഉം 40ഉമാണ് ലിമിറ്റ്സ്. അത് കഴിഞ്ഞാലാണ് 10ഉം 100ഉം അപ്ലിക്കബിൾ ആയിട്ട് മാറും. So to clause 85 of Companies Act 2013, small company means a company other than a public company, which means that it's a private company having paid up share capital of which does not exceed 4 crore or such higher amounts as may be prescribed, and which shall not be more than 10 crores. Okay, and turnover of which as per its profit and loss account for the immediate preceding financial year does not exceed 40 crores or such higher amount as may be prescribed, which shall not be more than 100 crores. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഡെഫിനേഷനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റിനകത്തെങ്ങാനും ഈ പറയുന്ന സ്മോൾ കമ്പനി മറ്റേതെങ്കിലും കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്നോ സബ്സിഡറി കമ്പനിയാണെന്നോ പറഞ്ഞു വെച്ചാൽ ഇത് എന്തിനകത്ത് വരും, എക്സ്ക്ലൂഷൻസിനകത്ത് വരും. വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്ന 4ഉം 40ഉം ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ പോലും ആ കമ്പനി സ്മോൾ കമ്പനിയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സെക്ഷണൽ കമ്പനി സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ ആക്ട് കമ്പനീസ് നമുക്ക് ഈ പറയുന്നില്ല, ഇപ്പോൾ ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ സ്പെഷ്യൽ ആക്ട് ഗവേൺ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. ക്ലിയർ ആണോ കാര്യങ്ങൾ? ഓക്കെ ആണോ? നെക്സ്റ്റ് എനിക്ക് പറയാനായിട്ടുള്ള ചെറിയ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സബ്സിഡറി കമ്പനിയുടെ കേസിനകത്ത് ഓക്കെ മോർ ദാൻ 50% അല്ലേ, ഈ പറയുന്നത് പോലെ തന്നെ മോർ ദാൻ 50% ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വോട്ടിംഗ് പവറാണ് കൺട്രോൾ ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ദാറ്റ് 50.0001% ആണ് എന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് എന്തായിട്ട് മാറും, സബ്സിഡറി കമ്പനിയായിട്ട് മാറും. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 50.001% ഹോൾഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. എ ഈസ് എ ഹോൾഡിംഗ് കമ്പനി, ബി ഈസ് എ സബ്സിഡറി കമ്പനി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.
ആൻഡ് ഓൾസോ ഡൗട്ട് തോന്നേണ്ട ഒരു കാര്യം അല്ല. പിന്നെ അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ, കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക ഓറാണ് ഏതെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളത് മക്കളെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന എ എന്ന് പറയുന്ന കമ്പനി, ഓക്കെ, ഈ പറയുന്ന പോലെ എ എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറിയാണ് ബി. എ എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറിയാണ് ബി എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, ശരി. ആക്ച്വലി ഈ ബി എന്ന് പറയുന്ന കമ്പനിക്ക് സി എന്ന് പറയുന്ന കമ്പനിയിൽ ഈ പറയുന്നത് പോലെ തന്നെ 60% ഹോൾഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്താ ഞാൻ പറഞ്ഞത്, ബി എന്ന് പറയുന്ന കമ്പനിക്ക് സി എന്ന് പറയുന്ന കമ്പനിയിൽ 60% എന്തുണ്ട്, ഹോൾഡിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ എ എന്ന് പറയുന്ന കമ്പനിക്ക് സി എന്ന് പറയുന്ന കമ്പനി 0% ആണെന്നുണ്ടെങ്കിൽ പോലും സി വിൽ ബി കോൾഡ് ആസ് എ സബ്സിഡറി ഓഫ് ദ എയുടെ സബ്സിഡറി ആയിട്ട് സീനെ എന്ത് ചെയ്യും, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എയ്തർ ബൈ ഇറ്റ്സ് ഓൺ ഓർ ടുഗദർ വിത്ത് വൺ ഓർ മോർ സബ്സിഡറീസ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ആണോ കാര്യങ്ങൾ? ഓക്കെ, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറയുവാണ്. ഓക്കെ, ലിസ്റ്റഡ് കമ്പനിയുടെ കേസിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ക്ലൂഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എക്സ്ക്ലൂഷൻസിൻ്റെ കേസിനകത്ത് ജസ്റ്റ് എന്താണ് എക്സ്ക്ലൂഷൻ എന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവരവരുടെ NC ദറ്റ് ഇസ് നോൺ കൺവേർട്ടിബിൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോൺ കൺവേർട്ടിബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്ലേസ്മെൻറ്റ് ബേസിൽ ഇഷ്യൂ ചെയ്ത് സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവർ ലിസ്റ്റഡ് കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആക്ച്വലി ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ലോജിക്കൊക്കെ ഉണ്ട്, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോജിക്കാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഈ ഗവൺമെൻറ് കമ്പനിയുടെ കേസിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോട്ട് ലെസ് ദാൻ 51% ആണ് ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. അതായത് ഇപ്പം 1000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കാം. മക്കളെ 1000 ഷെയർസിൽ 505 കേരള ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് ഗവൺമെൻറ് കമ്പനിയല്ല. വൈ? ബിക്കോസ് 50.5% ആയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 51% എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് കമ്പനി നമ്മൾ ഡീംഡ് ഗവൺമെൻറ് കമ്പനിയെ ട്രീറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ എഴുതേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ചില സിറ്റുവേഷൻസിനകത്ത് ഇപ്പം എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ കേരള ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ തന്നെ 49% ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ഗവൺമെൻറ് കമ്പനി 10% ഷെയർസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്, കേരള ഗവൺമെൻറ് 49%, വേറൊരു ഗവൺമെൻറ് കമ്പനി 10%. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ 49ഉം 10ഉം കൂടെ ആഡ് ചെയ്യരുത്. ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗവൺമെൻറ് തന്നെ അറ്റ്ലീസ്റ്റ് 51% ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 2/45 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ കമ്പനിയുടെ കേസിനകത്ത് മുന്നേ ഒരു വട്ടം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് നമ്മുടെ ICMA ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ് ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും, അതായത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വെദർ ബൈ ഇറ്റ്സെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ് കണ്ടക്ടിങ് ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇലക്ട്രോണിക് മോഡ് ഓർ ഫിസിക്കൽ മോഡ് എന്നുള്ളതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്ത് ലേസൺ ഓഫീസ്, ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെയുള്ള ആൾക്കാർ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു കമ്പനി എന്ത് ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനൊരിക്കലും നമുക്ക് ഫോറിൻ കമ്പനിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അസോസിയേറ്റ് കമ്പനി ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് 20%, ഓക്കെ, 20% എന്തുണ്ട്, വോട്ടിംഗ് പവർ ഉണ്ട്. ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡിൻ്റെയാണ് അസോസിയേറ്റ് എന്നുള്ളതിൽ പറയാം, അല്ലാതെ റിലയൻസിനല്ല അസോസിയേറ്റ് എന്ന് പറയാം. അത് പല സ്റ്റുഡൻസും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് വാട്ട് ജോയിൻറ്റ് വെഞ്ചർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. സെറ്റ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനായിട്ടുള്ളത്, സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സെക്ഷൻ 7 ഒന്ന് പഠിക്കേണ്ടതുണ്ട്, പ്രൊസീജിയറൽ ആസ്പെക്ട്സ് ഓഫ് ഇൻകോർപ്പറേഷൻ. ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക. പ്രൊസീജിയറൽ ആസ്പെക്ട്സ് ഒന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് കുറച്ച് ROC ആയിട്ട് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൊച്ചിയിലാണ് ROC വരുന്നത്. അവരുടെ അടുത്ത് നമ്മുടെ കമ്പനിയുടെ MOA, AOA, പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനി ഇൻകോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറയുന്നത് പാലിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർ, അതായത് എന്താണെന്ന് വെച്ചാൽ
കമ്പനിയുടെ ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദി കമ്പനി, അവരെക്കുറിച്ച് നമ്മൾ ആർട്ടിക്കിൾസിൽ പറയും. പിന്നെ ഒന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ദാറ്റ് ഇസ് അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഹു ഈസ് എൻഗേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി കമ്പനി. അവരുടെ ഡിക്ലറേഷൻ, അതായത് എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറയണം. പിന്നെ ഇതൊന്നും അല്ലാതെ ആക്ച്വലി ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേര് അല്ലേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണം. ഓക്കെ, അപ്പോൾ അവർ ആൻഡ് ഓൾസോ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സും. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് കൺവിക്ഷൻ, അതായത് കുറ്റവാളികളൊന്നും ആയിട്ടില്ല റിലേറ്റിംഗ് ടു പ്രൊമോഷൻ, ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് എനി കമ്പനി. അതായത് ഫോർ എക്സാമ്പിൾ വിജയ് മല്യ, രാമലിംഗം രാജു, ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പല കമ്പനീസിൻ്റെ ഫോർമേഷൻ, മാനേജ്മെൻറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബൈജു രവീന്ദ്രനൊക്കെ കുറ്റവാളികളാക്കിയിട്ട് ശിക്ഷിക്കപ്പെട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കൺവിക്റ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആൻഡ് ഓൾസോ പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, അതായത് ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഒന്നും വരുത്തിയിട്ടില്ല. എപ്പോൾ വരുത്തിയിട്ടില്ല, ഫോർ ലാസ്റ്റ് 5 years വരുത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഡിക്ലറേഷൻ കൊടുക്കണം. ആൻഡ് ഓൾസോ എന്താണെന്ന് വെച്ചാൽ രജിസ്റ്ററായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ കൊടുക്കണം. ആൻഡ് ഓൾസോ പിന്നെ കമ്പനി പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ അതുവരെ എന്താണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന കറസ്പോണ്ടൻസിനുള്ള അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ ഓഫ് മെമ്മോറാണ്ടത്തിൻ്റെ പർട്ടിക്കുലേഴ്സ്, അവരുടെ സർനെയിം, ഫാമിലി നെയിംസ്, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ആൻഡ് ഓൾസോ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ സച്ച് അതർ പർട്ടിക്കുലേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഫസ്റ്റ് ഡയറക്ടറായിട്ട് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഒക്കെ കൊടുക്കണം എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നുള്ള ഒരു കാര്യം. ആൻഡ് ഓൾസോ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഇഷ്യൂ ചെയ്യും. കമ്പനി ഇത് ഡിസൊല്യൂഷൻ വരെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 447 പ്രകാരം ഫ്രോഡ് അട്രാക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഈ പറയുന്ന പണിഷ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ കൂടുതലായിട്ട് അതിലോട്ടൊന്നും പോകുന്നൊന്നുമില്ല. ഓക്കെ, ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, കൂടുതലായിട്ടും പിന്നെ ഡോക്ട്രിൻസിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. ഡോക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ടു ദ മറ്റേ ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസൊക്കെ മാറ്റുന്ന സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറ്റുന്ന സിറ്റുവേഷനകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അതല്ലെങ്കിൽ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുക എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഡൺ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, വലിയ വിഷയങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന INC 32 ആണ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 399 പ്രകാരം പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇതൊക്കെ ഫയൽ ചെയ്ത് എന്താണ്, ഈ പറയുന്നത് പോലെ തന്നെ പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. പെട്ടെന്ന് ഒരു ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം, കാരണം ഇപ്പോൾ അതിനുള്ള സമയമുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പൈസ റേസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്ലോസിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കമ്പനി ചെയ്തു വെച്ചാൽ ഇതിനെ നമ്മൾ അൾട്രാ വയേഴ്സ് എന്നാണ് വിളിക്കുക. വിച്ച് മീൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡോക്ടറിൻ മീൻസ് പ്രിൻസിപ്പിൾ വന്നിട്ടുള്ളത്. ഡോക്ടർ ഓഫ് അൾട്രാ വയേഴ്സ് എന്നാണ് പറയുക, വിച്ച് ഈസ് വോയിഡ് ആണ്. ഓക്കെ, ഇപ്പം കമ്പനിക്കും സ്യൂ ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഡോക്ടർ ഓഫ് അൾട്രാ വയേഴ്സ്. ഓക്കെ, പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഔട്ട്സൈഡർ ആണെന്ന് വിചാരിക്കുക, മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കമ്പനിയിൽ ഓക്കെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, വായിച്ച് നോക്കേണ്ടതുണ്ട്. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വിച്ച് മീൻസ് ദാറ്റ് ആൻ ഔട്ട്സൈഡർ ഡീലിംഗ് വിത്ത് ദി കമ്പനി ഈസ് പ്രസ്യൂംഡ് ടു ഹാവ് നോളേജ് ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ്, അതായത് ഒരു പ്രിസംഷനാണ്, അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മുന്നേ തന്നെ അസ്യൂം ചെയ്യുന്നത് പോലെയാണ്. അതായത് എന്താ വെച്ചാൽ ഹി ഹാസ് റെഡ് ഇറ്റ് ഇൻ കറക്റ്റ് സെൻസ് ആൻഡ് കറക്റ്റ് മാനർ എന്നുള്ളതിൽ നമ്മൾ അസ്യൂം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഡോക്ട്രിൻ ഓഫ്
കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് പോലെ തന്നെ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഡോക്ട്രിനാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഈ പറയുന്നത് പോലെ തന്നെ ഔട്ട്സൈഡേഴ്സിനെ എല്ലാവരെയും പല കാര്യങ്ങളും പറഞ്ഞ് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് വരുന്നത്. ഇൻഡോർ മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇൻറ്റേർണലായിട്ടുള്ള ഇറഗുലാരിറ്റീസിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഔട്ട്സൈഡർ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കുക, ഇപ്പം ഞാനൊരു ബാങ്കാണെന്ന് വിചാരിക്കും, ദാറ്റ് ഇസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI ആണ്. ഇപ്പോൾ SBI ആണ്, SBIയുടെ ഒരു 15 ലക്ഷം ആര് ബോറോ ചെയ്തു, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ബോറോ ചെയ്തു എന്ന് വിചാരിക്കുക. ആക്ച്വലി 10 ലക്ഷത്തിനേക്കാളും ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, 10 ലക്ഷത്തിനേക്കാളും ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണമെന്ന് ഒരു റൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് കമ്പനിയുടെ ഉള്ളിലൊരു റൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാം, എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണ് ഈ പറയുന്ന റിലയൻസ് 15 ലക്ഷം എൻ്റെ അടുത്ത് നിന്ന് ബോറോ ചെയ്തതെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ഇറഗുലാരിറ്റീസിനെ കുറിച്ച് ആരും കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഈ ഇൻഡോർ മാനേജ്മെൻറ്റ് എക്സെപ്ഷൻസ് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ഒരു എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. എക്സെപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. സെറ്റാണെന്ന് കരുതുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. നോൺ പ്രോഫിറ്റ് ഒക്കെ കഴിഞ്ഞ വട്ടം ചോദിച്ച കാര്യങ്ങളാണ്. സോ കമ്മിങ് ഓൺ, എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഷനകത്ത് ഞാൻ എന്ത് ചെയ്യും, 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. LLP, ദാറ്റ് ഈസ് LLP ഒരു കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു കേസുണ്ട്, അതും കറക്റ്റായിട്ട് പഠിക്കണം. ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വീഡിയോനകത്ത് കാണാം.